അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SM മീഡിയ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തനായി പ്രാസംഗികനായ ഒരു വ്യക്തിയാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നത്. കൂടുതലൊന്നും ഈ വ്യക്തിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അൻസാർ നന്മണ്ട ആണ്. അദ്ദേഹത്തെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. എന്തുകൊണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, അൽഹംദുലില്ലാഹ്. ഇപ്പൊ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പകർച്ചവ്യാധി, അതോടൊപ്പം മുസ്ലിം സമൂഹത്തിന്റെ നേരെയുള്ള കടന്നുകയറ്റം, ഈ സങ്കടങ്ങളല്ലാതെ ബാക്കിയെല്ലാം അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ലോക്ക്ഡൌൺ ആ ഒരു സമയത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? അത് ഫ്രീ കിട്ടിയത് ഇപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കാതെയാണല്ലോ ലോക്ക്ഡൌൺ വന്നിട്ടുള്ളത്. ഞാനൊരു അധ്യാപകനാണ്. സ്കൂളുകളിൽ പരീക്ഷ ചൂടിലേക്ക് പ്രവേശിക്കാനൊക്കെ എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് കേൾക്കുന്നത് ഇനി സ്കൂളൊക്കെ അടച്ചിടണം എന്നാണ് സർക്കാരിന്റെ ഓർഡർ. അപ്പൊ സ്വാഭാവികമായും കുറച്ച് ദിവസം, അതായത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, ഏറിയാൽ ഒരു മാസം, അത് കഴിഞ്ഞാലെല്ലാം അതിന്റെ സർവ്വസാധാരണയായി മാറും. പക്ഷെ ഈ ഒരു 1.5 വർഷത്തിലധികം ഈ ലോക്ക്ഡൌൺ നീളുന്നതും അതുമൂലമുണ്ടാകുന്ന ദുരിതങ്ങളും വിവരിക്കാൻ പറ്റില്ല. പല രംഗത്തും പലരെയും പല നിലക്കും അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓവറല്ലെങ്കിലും ഒരു മിതമായ നിലക്ക് തിരക്കുള്ള ഒരാളായിരുന്നു. പ്രസംഗമായിട്ടും ക്ലാസ്സായിട്ടും നിക്കാഹായിട്ടും പല ഭാഗത്തും എന്നെ സ്നേഹിക്കുന്ന ആളുകൾ വിളിക്കുമ്പോ സ്കൂള് വിട്ട് അതിനുശേഷം പ്രബോധനം, ശനി ഞായർ ദിവസങ്ങളിൽ പ്രബോധനം, ഇങ്ങനെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നിന്ന് ഒരു കൂട്ടിലടക്കപ്പെട്ടതുപോലെ അതായിരുന്നു ഈ ലോക്ക്ഡൌണിന്റെ തുടക്കത്തിലുള്ള ഒരു വല്ലാത്തൊരവസ്ഥ. ആ സമയത്ത് എന്ത് ചെയ്യും? ഇപ്പം വീട്ടിലിരിക്കാനേ പറ്റുന്നുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയാൽ തല്ല് കിട്ടുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം വീട്ടിലിരുന്നോണ്ട് എങ്ങനെ സമയം നീക്കാം, അതല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നൊക്കെ ചിന്തിച്ചു. പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ, പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കഴിഞ്ഞ ായ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ ആശയങ്ങൾ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്റേതായ ഒരു ഹോബി എന്ന് പറയാനുള്ളത്, ഞാൻ ചെറുപ്പ കാലഘട്ടം മുതൽക്കേ ഈ മീനുകളെ വളർത്തുന്ന ഒരാളാണ്. ഈ ചെറിയ ഗപ്പി ഐറ്റംസ്, അതുപോലെ ഫൈറ്റർ മീനുകളൊക്കെ, ആ ഹോബി എന്റെ കൂടെ ഉണ്ട്. അതുപോലെ ഏകദേശം ഒരു പ്രായം അറിയിക്കുന്ന കാലം മുതൽക്കേ കളിക്കാറുണ്ട്. വോളിബോള് രക്തത്തിലുണ്ട്. ആ ലെവലിലാണ് കാര്യം. അതിപ്പം വോളിബോള് കളിക്കാൻ പല നാട്ടിലും പോയിട്ടുണ്ട്. എവിടെ കളിയുണ്ടോ അവിടെ കാണാൻ പോയിട്ടുണ്ട്. അതിന്റെ ഒരു അതിനോടൊരു വല്ലാത്ത താല്പര്യമുണ്ട്. ഈ വോളിബോൾ പ്ലെയർ ആയിരുന്നു? പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ നാട്ടിൽ ഇങ്ങനെ കൂട്ടുകാരുടെ ഇടയിൽ കളിക്കും. ഒരു വലിയ പ്ലെയറുള്ള ലെവലിലേക്കല്ല. പഠിക്കുന്ന കാലത്ത് ജാമിയ നദവിയെന്നും കളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം നാട്ടിൽ അതിനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായപ്പോ പിന്നെ ഇപ്പം ഏകദേശം ഒരു 10-15 വർഷമായി സ്ഥിരമായിട്ട് കളിക്കാറുണ്ട്. ഇപ്പൊ ലോക്ക്ഡൌൺ കാരണം മുടങ്ങിപ്പോയി. അതിന്റെ പ്രയാസമാണ് ഇപ്പൊ ശരീരത്തിലൊക്കെ ഒന്ന് കാണുന്നത്. എന്തായാലും അൽഹംദുലില്ലാഹ് അതും മുടങ്ങിയതായിരുന്നല്ലോ ലോക്ക്ഡൌണിൽ. അപ്പോഴാണ് ഒന്നും കൂടി മീനിലേക്ക് തിരിയാമെന്ന് വിചാരിച്ച്. ആദ്യം ഒരുപാട് മീനുകളെ പോറ്റിയിട്ടുണ്ട്. വിൽക്കാനൊന്നുമല്ല, അതൊരു ഹോബി. പിന്നീടാണ് ഈ തിരക്ക് വന്നപ്പം മീനുകളൊക്കെ നശിച്ചു. നോക്കാൻ ആളില്ലാതായി. അന്ന് എനിക്ക് ചെറിയ മക്കളുമാണുള്ളത്. ഇപ്പൊ വീണ്ടും ഞാൻ ആ മീനിന്റെ കൃഷിയിലേക്ക് ഒരു മാനസിക സന്തോഷം എന്നുള്ള നിലക്ക് ഇറങ്ങി. പല ഭാഗത്തുനിന്നും മീനുകളെ വാങ്ങിക്കൊണ്ടുവന്നു. അതിലേറ്റവും എനിക്ക് വല്ലാതൊരു തോന്നിയത് ഈ ഫൈറ്റർ മീനുകള് മുട്ടട്ട് വിരിയുന്നതാണ്. അപ്പൊ അവരെ ഒന്ന് ചേർത്തി മുട്ടട്ട് വിരിയിപ്പിക്കാനൊക്കെ ഒരു ആവേശമായിരുന്നു. ഒരു 3 മാസക്കാലത്തോളം അതിന്റെ പിന്നാലെ തന്നെ ആ ഒരു മേഖലയിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് മീനുകൾ ഉണ്ടായി. വിൽപ്പനക്കല്ല, വരുന്നവർക്കൊക്കെ ഞാൻ മീനെ പിടിച്ചെടുത്തു. പിന്നെ കാരണം ഈ മീനുകൾ ഒരു ബൗളിൽ ഇടാൻ പറ്റുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് അതിനൊരു വലിയ പ്രയാസം തോന്നി. പിന്നെ ഉണ്ടാക്കിയൊരു 10-200 മീനുകളെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ആയിട്ട് കൊടുത്തു. ഒക്കെ എന്നാലും ഇപ്പോഴും ചെറിയ കുറെ മീനുകൾ ചത്തു പോകുന്നുണ്ട്. ഇപ്പത്തെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് തിരക്കായപ്പോഴേക്ക് ശ്രദ്ധ കുറഞ്ഞു എന്നോ തോന്നിയപ്പോ കുറെ മീനുകളെ ഞാൻ എന്റെ മരുക്കൾക്കും അല്ലാത്തവർക്കും കൊടുത്തു ഒഴിവാക്കിയത്. അങ്ങനെയും അതോടൊപ്പം വായനയും കുടുംബത്തിന്റെ കൂടെയുള്ള സമയം മക്കൾക്കൊക്കെ തന്നെ കൂടുതൽ കിട്ടുന്നത് ഈ ഒരു ഭാര്യക്കും. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോവും, അവിടുന്ന് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോവും, രാത്രി 1 മണിക്കൊക്കെയാണ് തിരിച്ചു വീട്ടിലെത്തുക.
പിറ്റേന്ന് രാവിലെ അടുത്തവര് പോവും, സ്കൂളിലേക്ക് ഇറങ്ങും. ഇപ്പം ഭാര്യ, മക്കൾ, കുടുംബം, റാഹത്ത്. അവർക്ക് എന്നെയും കിട്ടുന്നുണ്ട്, എനിക്ക് അവരെയും കാണാൻ പറ്റുന്നുണ്ട്. ഓരോരോ സന്തോഷങ്ങൾ പരസ്പരം പങ്കിട്ട് ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ ഒരു തരത്തിൽ ഒരു വലിയ സമാധാനം. പിന്നെ 10 വർഷത്തിന് മുമ്പേയുള്ള അൻസാർ നന്മയുടെയും ഇപ്പോഴുള്ള അൻസാർ നന്മയും തമ്മിലുള്ള വ്യത്യാസം? പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നാട്ടുകാരോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയുള്ളൂ. നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായ സമയത്ത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. എന്റെ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളും പലരും ക്ലിപ്പുകളാക്കി വിട്ടപ്പോഴാണ് സമൂഹം എന്നെ അറിയുന്നത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എന്റെ പവറോ എന്റെ പത്രാസോ അല്ല, മറിച്ച് എന്റെ സംസാരം ദീനായതുകൊണ്ട് ആ ദീനിനോട് ജനങ്ങൾക്കൊരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടമാണ് എന്നോട് തോന്നിയത്. അതല്ലാതെ ഞാനൊരു സിനിമാ നടൻ ലുക്കിലോ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കണമെന്നോ ആ ലെവലിൽ ഒരിക്കലും ഒരാളെ, ഒരു പണ്ഡിതനെയും കാണാൻ പാടില്ല. ഏത് പണ്ഡിതനാണെങ്കിലും ആ പണ്ഡിതന്മാർക്ക് അള്ള കൊടുത്ത കഴിവ് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ അവരുടെ ഒരു ഫാൻസായി അവരെന്തു പറഞ്ഞാലും തൊണ്ട തൊടാതെ വീഴണം, അത് തന്നെയാണ് ദീന് എന്ന ലെവലിൽ പോയത്. ദീൻ അറിയിച്ചു തരുന്ന ഒരു സ്നേഹം, ആ ദീനിനെ പിൻപറ്റുന്ന ഒരു സ്നേഹം, അതിന് തെറ്റുകുറ്റങ്ങളുണ്ടോ? നമ്മൾ ഒരാളെ മാത്രം നോക്കരുത്, മറ്റുള്ളവരെ നോക്കണം. ഇനി എനിക്ക് ഈ പ്രസംഗം എന്ന് നിർത്തണമെന്ന് തോന്നുന്നോ ഞാൻ നിർത്തും. ഞാൻ ഒരാൾക്കും വേണ്ടിയിട്ട്, ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ പോകാറില്ല. ഒരു സംഘടനാ കക്ഷിത്വത്തില് ഒരു മോശമായ പ്രയോഗം ഞാൻ നടത്താറില്ല. ഇത് സത്യം, ഇത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കും. വ്യക്തികളെ ആക്ഷേപിച്ചുകൊണ്ട് അതെനിക്ക് തോന്നാറില്ല. കാരണം ഒരു പക്ഷെ അവർ ഹിദായത്തിലേക്ക് ആര് വന്നാലും നാളെ അവരെ നോക്കി സലാം പറയേണ്ടതാണ്, അവരെ കാണുമ്പോൾ പുഞ്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഈ ഞാൻ മുൻപേ പറഞ്ഞു പോയ വാക്കുകൾ കാരണം തമ്മിൽ നന്നാവുമ്പോ ഒരു ജാള്യത തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കും. 10 വർഷങ്ങൾക്ക് മുൻപ് എന്നല്ല, ഞാൻ SSLC പഠിച്ച് ജാമിയ നദവിയിലേക്ക് പോകുന്ന സമയം വരെ ഒരു പ്രതീക്ഷയില്ല ഞാനൊരു പ്രാസംഗികനാണ്. ഇനി ജാമിയയിൽ എത്തിയപ്പോ പോലും എന്റെ നാട്ടുകാരനായ ഒരുത്തൻ അന്ന് 5ാം വർഷം അവിടെ, അദ്ദേഹം ഖുതുബക്ക് പോകുന്നത് കണ്ടപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ജന്മം എനിക്ക് പ്രസംഗിക്കാനൊന്നും ആകില്ല, പിന്നെ എന്നെന്തിനാ വാപ്പോടെ കൊണ്ടുവച്ചാക്കിയത്. പക്ഷേ ഞാൻ അവിടെ പഠിച്ചു. അവിടുത്തെ അധ്യാപകര് നല്ലവരായ ഒരുപാട് അധ്യാപകര്, അതിനെ സ്നേഹിക്കുന്ന നാട്ടുകാര് ഭക്ഷണം തന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗൾഫ് രാജ്യത്തുള്ളവരൊക്കെ ഭക്ഷണം, അവരാണല്ലോ അതിനെ പോറ്റുന്നത്. അൽഹംദുലില്ലാ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു പ്രാസംഗികൻ ഇല്ലെങ്കിലും ഒരു പീഠത്തുമ്മൽ കയറി നിൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ പ്രസംഗിച്ചു പോരുന്നത്. ഇപ്പോഴും ഞാൻ നാട്ടില് എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു പ്രാസംഗികനല്ല, ഞാനൊരു കളിക്കാരനാണ്, പോലെ സുഹൃത്താണ്. എന്റെ മക്കൾക്ക് ഞാനൊരു നല്ല വാപ്പയാണ്, അതായത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള വാപ്പയാണ്. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ അൻസുവാണ്. എന്റെ അനിയന്മാർക്ക് ഞാനൊരു ഇക്കാക്കയാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ സംഭവമാണ് എന്നുള്ളൊരു കെട്ടിയുണ്ടാക്കലൊന്നുമില്ല, സാധാരണക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് പറയാം, നിങ്ങൾ ഇന്ന വലിയ ഉസ്താദും മൗലവിയൊന്നും കാണണ്ട. കാരണം അതിനൊക്കെ പദവികളുള്ളവര് വേറെ ഉണ്ട്, ഒരുപാട് ഇൽമുള്ളവര്, ഒരുപാട്. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രയാസം എന്താണെന്നറിയാമോ? ഖുർആനിൽ നിന്നൊരക്ഷരം നീട്ടി പ്രസംഗിക്കാൻ പറ്റിയ പണ്ഡിതനെ, പിന്നെ ഓനെ ക്ഷണിക്കുന്ന പോലും ആൾക്കാരെങ്ങനെയാ? പണ്ഡിതനും പ്രമുഖ വാഗ്മിയും അല്ല. പ്രാസംഗികന്മാര് മുഴുവനും പണ്ഡിതന്മാരല്ല. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്നും അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകളെ വേർതിരിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഇന്ന് മുറി വൈദ്യന്മാരാ പല രംഗത്തും. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ നേട്ടാ നോക്കുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടോ? ഞാൻ ഒരു ഫാൻസിനെ ഉണ്ടാക്കുക, എന്നിട്ട് ഒരു 50,000 റുപ്യ വാങ്ങുക, എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് നാട്ടിലൊരു ഫാൻസ് വേറെ ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ ഒരു വലിയ നാട്ടുകാരുടെ പിന്നെ ആമീ ചൊല്ലിക്കാനും ജിസ്മി ചൊല്ലിക്കാനും ഒക്കെ പൈസ വാങ്ങുക. അതൊന്നും ഒരു ശരിയായ നിലപാടല്ലല്ലോ. നമുക്ക് ആരുടേലും അർഹത ഉള്ളത് അവരംഗീകരിച്ച സ്നേഹത്തോടെ എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കാന്നല്ലാതെ മതത്തെ ഒരു വലിയ ചിലർ പറയാറുണ്ട്, ഏത് പ്രസംഗം കേൾക്കുമ്പോഴും എല്ലാ മൗലവിമാരും കണക്കാ പൈസക്കാ പ്രസംഗിക്കുന്നതൊക്കെ. ഇന്ന് വരെ പണം വേണം എന്ന് ഞാൻ പറഞ്ഞ് ഒരാളോട് വാങ്ങുമോ, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് കൂലി ഇത്ര തന്നാലേ ഞാൻ പ്രസംഗിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ടില്ല. ചില പെൺമക്കളുടെ കല്യാണം ഞാൻ വലിയായിട്ട് നിന്ന് നടത്തി കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ കുടുംബത്തിന്റെ സങ്കടം കണ്ട് ഞാൻ എന്റെ യാത്രാ പോലും മാറ്റി വെച്ചിട്ട് ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ട്. എന്നാൽ
അഹങ്കാരികളായ കിബറ് കാണിക്കുന്ന അള്ളാനെ മറന്നിട്ട് ആഡംബരം കാണിക്കുന്ന ആളുകളോട് നിക്കാഹിന് ചെന്നാൽ ഞാൻ പറയിട്ട നാട്ടില് ഇത്ര പ്രയാസപ്പെടുന്നവരുണ്ട്. നിങ്ങളൊരു 10 ഭക്ഷണ കിറ്റ് എനിക്ക് തരണം. അതല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട്, ഓക്ക് കല്യാണ സംബന്ധമായിട്ട്, പാപ്പല്ലാത്ത കുട്ടിയാണ്, കല്യാണ സംബന്ധമായിട്ട് വരുമ്പോ ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിക്കും, എനിക്ക് ചെയ്തു തരണം. കാരണം ഇത്രയും ലക്ഷങ്ങൾ നിങ്ങൾ പൊടിപൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു വകുപ്പുകൾ എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറയാറുണ്ട്. പിന്നെ നിവൃത്തികൾ എവിടെന്നെങ്കിലും വന്നാൽ ചിലരോട് ഞാൻ പറയാറുണ്ട്, എന്റെ തിരിച്ചു പോകാൻ വാഹനം കൂലില്ല. പക്ഷെ ഇപ്പോ അൽഹംദുലില്ലാ കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് ജോലി കിട്ടി, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വ്യക്തിയോടും ഒരു സാമ്പത്തികമായിട്ട് ഈ ഒരു മേഖലനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇത് നിർത്തണോ? ഞാൻ ഈ പ്രസംഗം കൊണ്ട് ജീവിക്കുന്ന ആളല്ല, ഞാൻ അവിടെ നിർത്തും. കാരണം എനിക്ക് എന്റെ ദീനുമായിട്ടും കുടുംബമായിട്ട് മുൻപോട്ട് പോയാൽ മതി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ 10 വർഷത്തിന്റെ ഇടക്കുണ്ടായ ഒരു മാറ്റം എന്താന്ന് ചോദിച്ചാൽ, സംസാരത്തിന് കുറച്ചു ഒന്നും കൂടിയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം കേരളത്തിലുള്ള കക്ഷിത്തല്ലാത്ത ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ സുന്നികളായാലും മുജാഹിദീങ്ങളായാലും ജമാഅത്തുകാരായാലും ഞാൻ പറയാറുണ്ട്, പലരും നിക്കാഹിന് എന്നെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോ അവരെന്നോട് പറയും, ഉസ്താദേ കുടുംബ സദസ്സ. ഞാൻ പറയും, എനിക്കറിയാം, നിങ്ങൾ പേടിക്കണ്ട. ഞാനൊരു നിക്കാഹിന്റെ സദസ്സിൽ മനുഷ്യന്മാരെ തമ്മിൽ അകറ്റുന്ന ഒരു രാഷ്ട്രീയം പറയാനോ അതല്ലെങ്കിൽ മതത്തിന്റെ പ്രശ്നങ്ങൾ പറയാനോ വരികയല്ല, സംഘടനാ സങ്കുചിതത്വം പറയാൻ വരികയല്ല. അവിടെ മരണം, അതോടൊപ്പം കുടുംബജീവിതം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാനാണ് കൂടുതലും ഞാൻ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കേരളത്തിലുള്ള കക്ഷി വ്യത്യാസമല്ലാതെ പലരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതും, ആ ഇഷ്ടം ഒരിക്കലും എന്താവരുത് ഒരു ഫാൻസ് അതല്ലെങ്കിൽ ഞാൻ ആർക്കും പറയുന്നേ സ്വീകരിക്കൂ എന്ന മനോഭാവമല്ല, പ്രാർത്ഥനയിൽ ഉണ്ടായാൽ മതി. സ്നേഹം അങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്. നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ ഒരു ഭാഗത്ത് ശത്രുക്കൾ വേറെ കുറെ ഉണ്ട്. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നല്ല പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ കുറ്റം പറയുന്നവര്, ഞാൻ ഇന്നോനാണ്, ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണ് എന്ന് പറയുന്നവരുണ്ട്. കാരണം ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ കുറെ, എന്ത് കണ്ടാലും ദുർവ്യാഖ്യാനം ചെയ്യുന്നവര്. ഒരാണും പെണ്ണും സംസാരിച്ചാ ഓല കണ്ടില്ല, അത് അവിഹിത. ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഓ പിന്നെ എരന്ന് ജീവിക്കുന്നവന. ഇങ്ങനെയൊക്കെ മൗലവിമാരെ പറ്റി ഉസ്താദുമാരെ പറ്റി പറയുന്നവർ ഒരു ഭാഗത്തുണ്ട്. പിന്നെ സംഘടനാ സങ്കുചിതത്വം കൊണ്ട് കുറ്റപ്പെടുത്തുന്നവർ വേറെ ഉണ്ട്. വഹാബികളാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗത്തുനിന്ന്, മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഭാഗത്തുനിന്ന്, സലഫി എന്ന് പറഞ്ഞിട്ട് ഭാഗത്തുനിന്ന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃക, ആ മാതൃക കേരളത്തിൽ വളരെ കുറച്ച് ആളുകളെ പിൻപറ്റുന്നു. സത്യമാണ്. കാരണം ജാറങ്ങൾ കൂടുതലും കേരളത്തിലുണ്ട്. മക്ക വിജയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മക്കയിലെത്തിയ സമയത്ത് അലി ഇബ്നു അബീ ത്വലബിനോട് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എല്ലാ ഖബറുകളും തട്ടി നിരപ്പാക്കണം. അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് അലി ഇബ്നു അബീ ത്വലബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും? മമ്പറം ജാറും, മുനബത്ത് ജാറും, ഉള്ളാള് ജാറും, സിഎം മക്കാമിലെ ജാറും, ഷെയ്ഖിന്റെ ജാറും. കേരളത്തിൽ ഖബർ പറമ്പുകൾ. അത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ ചില കുട്ടികളുടെ ശത്രുക്കളെ, ഞാൻ മരിച്ചാൽ പോലും എന്റെ ഖബറുകൾ അങ്ങനെ കെട്ടിപ്പൊക്കരുത്, ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് എന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹിക്കുന്നുണ്ട് എന്ന് വെറുതെ ഒരു ദിവസം കുറെ ഭക്ഷണം വെച്ച് രാത്രി ഇശല് പരിപാടി നടത്തി അത് കാണിച്ചിട്ട് മറുഭാഗത്ത് പ്രവാചകന്റെ പേരും പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ അതിന്റെ പേരിൽ, കുത്തുവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ പല ഭാഗത്തൊന്നും ഉണ്ട്. പക്ഷേ ഞാൻ സന്തോഷവാനാണ്. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച്, നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകണം, ജാറത്തിങ്കക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കുറ്റം കിട്ടുന്നതെങ്കിൽ അത് ദുനിയാവിലും ആഖിറത്തിലും എനിക്കൊരു ശാപാണ്. അതുകൊണ്ട് 10 കൊല്ലത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ ആയി തീരാൻ പറ്റി. പിന്നെ ഒരു ഭാഗത്ത് അൽഹംദുലില്ലാ ഞാൻ എന്റെ കുട്ടികളെ പഠിപ്പിക്കലുമായിട്ട് നടക്കുന്നുണ്ട്. സാധ്യമാകുന്ന നിലക്ക് എനിക്ക് കിട്ടുന്ന അറിവുകൾ എന്റെ വായിലൂടെ, ഈ മീഡിയകളിലൂടെ, എന്റെ ചാനലുകളിലൂടെ ജനങ്ങളെ അറിയിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മാറ്റം. പിന്നെ വേറെ ശാരീരികമായ മാറ്റം എന്ന് പറയാനൊന്നുമില്ലല്ലോ അല്ലെ. ഞാൻ ഇങ്ങനെ തന്നെ എപ്പോഴും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ കുറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അതില് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഇതുണ്ടോ, ഒരു അനുഭവം ഉണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഓരോരുത്തരും
ഒരാളെ സഹായം നമ്മൾ അയാൾ അർഹിക്കുന്ന സമയത്ത് കൊടുക്കുമ്പോഴാണ് അതിന് വില. അതെ. ചില ആൾക്കാരുണ്ട് ഒരു സമയം കണക്കാക്കി വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, എന്നിട്ട് നിരത്തി പകഞ്ഞു. നമ്മളിപ്പോ നോമ്പിന്റെ കഥ പറയാറില്ലേ, റമദാനിന്റെ 1 ദരിദ്രന്മാരുടെ വീട്ടിൽ 10 കിറ്റുണ്ടാവും. എന്നാൽ അതിന്റെ മുൻപ് റബീഉൽ അവ്വൽ കഴിഞ്ഞ് പിന്നെ 4 മാസവും പട്ടിണി ചെയ്യും. അപ്പൊ നമ്മളെ ദാനധർമ്മങ്ങളിൽ എത്തേണ്ടത് ഒരാള് ആഗ്രഹിക്കുന്ന സമയത്ത് അയാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതാണ് ഏറ്റവും ഗുണം. മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് പല നാടുകളിലും. ഓരോരുത്തരും ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നവനാണ്, എന്റെ കൈമക്കൂടെ എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ പലരും സഹായം ചോദിക്കാറുണ്ട്. ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനം, അതായത് ഞാനിപ്പോ ഒരു പ്രസംഗത്തിനൊക്കെ പോയാൽ എനിക്ക് അവിടുന്ന് അവര് തരുന്ന ചെറിയൊരു ഇതുണ്ട്. ഞാൻ കൂടുതലല്ല, എനിക്ക് ഒരു വണ്ടിക്കൂലി എന്ന് പറഞ്ഞാലും അവര് തരുന്ന ഒരു പൈസ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, മുജാഹിദ് മൗലവിമാർക്ക് വ്യക്തിരാലും ഒരു നാട്ടുകാർ കൊടുക്കുക എന്നുള്ളത്. അതിൽ എന്റെ ചെലവ് കഴിച്ച ബാക്കി ഞാൻ നീക്കി വെക്കാറുള്ളത് ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കാൻ. അത് എന്റെ മുൻഗാമികളായ ഒരു മൗലവിന്റെയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഒരു നല്ല പാടാണ്. അദ്ദേഹം ഇതുപോലെ കിട്ടുന്ന പൈസന്റെ ഒരു ഓതി, കാരണം എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമുണ്ട്, കിട്ടുന്നതിന്റെ ഒരു ഓതി ഇങ്ങനെ ആഗ്രഹിച്ച് ആവശ്യങ്ങളായിട്ട് വരുന്നവരുണ്ടാവും, അവർക്ക് കൊടുക്കാൻ ഞാനത് നീക്കി വെക്കും. പിന്നെ എന്നെ സമീപിക്കുന്നവർക്ക് ജനുവിനാണ് കേസെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന പലരെയും ഞാൻ ബന്ധപ്പെടും. അതൊരു കാടടക്കിയ പിരിവല്ല. ഞാനൊരു റെസീറ്റ് ബുക്ക് അടിച്ചിട്ട് 60-40 കിട്ടൂ എന്നുള്ള കോലത്തിലല്ല. ഞാന് അങ്ങനെ ഒരു അല്ലാതെ ഇന്ന ആളോട് പറയും, ഇന്ന പ്രയാസങ്ങൾ ഒരു വ്യക്തിക്കുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ആലോചിച്ചു വന്നത് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ എന്ത് ചോദിച്ചാലും അതിന്റെ കാര്യം ജനുവിനാണെന്ന് അറിഞ്ഞാൽ സഹായിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കരിയാട് മെഹബൂബ് ഖാൻ എന്ന് പറയും. ഞാൻ അദ്ദേഹത്തെ എടുത്തു പറയാനുള്ള കാരണം, അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ വിശാലാക്കട്ടെ. കാരണം അദ്ദേഹത്തിന് ആർക്കും പുറമെ വലിയ പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഭക്ഷണമായിട്ടും വീടായിട്ടും ആ മനുഷ്യന്റെ, ആ കുടുംബത്തിന്റെ സത്തുണ്ട്. കേരളത്തിൽ മുജാഹിദ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആ പ്രബോധനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എത്രാന്ന് ചോദിച്ചാൽ അളവില്ലാത്തത്ര ആ കുടുംബം ചെലവാക്കാറുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരണപ്പെടുകയാണ്, ഒരു അസുഖം വന്നു. ഞാൻ ചിന്തിക്കുന്നത്, അദ്ദേഹത്തെ കാണാൻ വന്ന പലരും അദ്ദേഹത്തിന്റെ നന്മയല്ലാണ്ട് ഒരു മോശം ചിന്തിക്കാനില്ല. വന്നവർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാനാ പൈസ ഉള്ളത്. എന്നിട്ട് എങ്ങനെ കൊടുക്കാൻ, ഒറ്റപ്പെട്ടു പോയി തളർന്നു പോയപ്പോ അദ്ദേഹത്തിന്റെ സഹായം കിട്ടിയതാണ് കച്ചവടത്തിന്. അന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, പോലെ എന്റെ കച്ചവടം ലാഭമാകുമ്പോൾ എന്റെ മുതലേക്ക് തിരിച്ചെന്നാ മതി. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭമായി തുടങ്ങി എന്ന് പറഞ്ഞാൽ പാർട്ണർമാരെ ചതിച്ച് വരുതിയിലാക്കുന്ന ഒരു കാലമാണ്. ലാഭമായി എന്ന് കണ്ടപ്പം മഹബൂക്ക എനിക്കിപ്പോ ലാഭം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ ലാഭം ഇനി എടുത്തോ, ഞാൻ മുടക്കിയ പൈസ എനിക്ക് തന്നെ, ഇനി ഏതായാലും എന്റെ കുടുംബം കഞ്ഞി പിടിച്ചു തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തോട് ഞാൻ എന്റെ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു പലപ്പോഴും. പല നാട്ടിലും ഈ പ്രദേശത്ത് പല വീട്ടിന്റെ കല്ലിന്റെ പൈസ അദ്ദേഹം തന്നതാണ്. അതൊന്നും മറക്കാൻ പറ്റില്ല. ഓരോ വീട്ടിലേക്കും കയറി ചെല്ലുമ്പോ ഒറ്റപ്പെട്ടു പോയവര്, ബാപ്പാര് മരിച്ചുപോയ മക്കള്, ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കുമ്പോ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇതിനൊരു നിമിത്തം മാത്രം തന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഇപ്പോഴും നൽകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവരെ എല്ലാവരും സമീപിക്കുന്നത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ കാണാൻ ചെന്നിറങ്ങിയാൽ അവിടെ 10 ആള് വേറെ ഉണ്ട്. ഈ 10 ആളുകൾക്കും ഇങ്ങനത്തെ ആളുകൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ പ്രസ്ഥാനത്ത് തന്നെയല്ലേ നിരവധി ആളുകൾ, ഇഷ്ടംപോലെ. അപ്പൊ അവര് കൊടുക്കുന്നതാണ് മറ്റുള്ളവരുടെ സന്തോഷം, അവരുടെ കണ്ണീര് തുടയപ്പെടുന്നത്. പക്ഷെ നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് ഇനിയും സമ്പത്ത് വർദ്ധിക്കാൻ. ചിലരുണ്ട് കിട്ടുന്ന ഇറക്കീസ് കൂട്ടി വെച്ച് ആർക്കും കൊടുക്കാതെ ആരാങ്കിലും പോരട്ടെ എന്ന് കരുതിയിട്ട് മറ്റുള്ളവർക്ക് വാങ്ങി ചെലവാക്കുന്നവര്, കൊടുക്കുന്നവര്. എന്നിട്ട് അതിന്റെ അടുത്ത് നമ്മളുതാന്നുള്ള പബ്ലിസിറ്റിയും. അതല്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ. പിന്നെ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒരുപാടാണ്. നമ്മളുടേതല്ലെങ്കിൽ പോലും ഒരു സഹായം ചെയ്യുമ്പോൾ, സഹായം കിട്ടുന്നവന്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും. ഇപ്പം ഗൾഫിലൊക്കെ നല്ല നിലയ്ക്ക് ജീവിച്ചൊരു വ്യക്തി കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ പലരോടും പറയാറുണ്ട്, അഭിമാനികളാ എല്ലാവരും.
ആ അഭിമാനം ക്ഷതം വരുത്താതെ സഹായിക്കുന്നിടത്താണ് അതിന്റെ വിജയം. എന്നാൽ എല്ലാവർക്കും പരസ്യ വേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു സമയത്ത് കഴിഞ്ഞ വർഷത്തെ നോമ്പ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ രൂക്ഷമാകുന്ന ആ സമയത്ത് ഞാൻ ഇതുപോലെ എന്റെ സ്നേഹിതന്മാരായ ഫറൂഖില്, ഗൾഫിൽ, ദുബായിലൊക്കെ ഉള്ള കുറച്ച് ആളുകളെ ബന്ധപ്പെട്ടു. ഒരു കുവൈത്തിലുള്ള ഒരു സുഹൃത്തിനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. അപ്പൊ എല്ലാവരും പ്രയാസത്തിൽ, അവരും പ്രയാസത്തിലാന്ന് എനിക്കറിയാം. കാരണം ലോകമൊട്ടുക്കും ഇത് പൂട്ടിയിട്ടത്. എന്നിട്ടും അവര് സഹായിച്ചു. കിറ്റ് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് സഹായിച്ചു. അപ്പൊ ഞാനും എന്റെ വാപ്പയും ഞങ്ങള് രാത്രി 9 മണിക്ക് ശേഷമാണ് ഇത് വിതരണം ചെയ്യാൻ. കാരണം ഇപ്പുറത്തെ വീട്ടുകാരന് കൊടുക്കുമ്പോ ഈ വീട്ടുകാരൻ അവനെ അപമാനിക്കരുത്. രണ്ടാമത് ഇവന് നല്ലോണം ഉണ്ടെങ്കിൽ ഇവന് കൊടുത്താൽ ഇവൻ അതിന്റെ പേരിൽ നമ്മളോട് പണങ്ങും. അപ്പൊ ആ കിറ്റ് കിട്ടാത്തതിനാ പണക്ഷം. ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങാനുള്ള അവസ്ഥയിൽ നല്ല ഞാൻ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ള സന്തോഷമല്ല, കിറ്റ് കിട്ടിയില്ല, അതിന്റെ പേരിൽ പണക്കുള്ളവരുണ്ട്. അപ്പൊ ഞാന് ഒരു ഗൾഫിൽ നിന്നൊക്കെ വന്ന് നല്ല വീടാണ്, അദ്ദേഹത്തിന് നല്ല ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രി 9 മണിക്ക് അദ്ദേഹം കൊണ്ടുകൊടുത്ത സമയത്ത് അദ്ദേഹം നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ മുറ്റത്ത്, അതായത് സിറ്റ് ഔട്ടിൽ വെച്ചു. ഞാനാണ് വന്നതെന്ന് പോലും മോനെ പറയണ്ട, ഇത് ഞാനും നിങ്ങളുവേ അറിയും, ഞാൻ വസിയത്ത് തരാം എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് അദ്ദേഹം ഇതേപോലെ റോഡുമെന്ന് കണ്ടപ്പോൾ എന്നോട് ഇറങ്ങി ഒന്ന് വീട്ടിലേക്ക് വരണം. റോഡുമെന്ന് പറഞ്ഞാൽ നമ്മള് ആ വയലിന്റെ അടുത്തൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം പിറ്റേന്ന് ഞാൻ എന്തോ കുറഞ്ഞു പോയോ, നീ എന്നെ ചീത്ത പറയാനാണോ എന്നൊക്കെ വിചാരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോ അയാൾ കരഞ്ഞോണ്ട് ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞു, മോനെ ഒരു 10 ഉറുപ്പ്യ എന്റെ എടുക്കാനില്ല, എന്റെ മക്കൾക്ക് ഞാൻ എന്തു കൊടുക്കുമെന്ന് വിചാരിച്ച് നിൽക്കുക. 3 ആളോട് ഞാൻ വായ്പ ചോദിച്ചു, പക്ഷെ 3 ആളും കൈമലർത്തി. പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും ഇല്ല. എന്റെ ഭാര്യ പണ്ട് വാങ്ങി വെച്ച റേഷന്റെ അരി എടുത്തിട്ട് കഴുകുക, അതിന്റെ കളറ് പോകാൻ, അതിന്റെ മണം പോകാൻ. അതുകൊണ്ട് ആ ഒരു സമയത്ത് അയാൾ കെട്ടിപ്പിടിച്ച് അയാൾ ഇങ്ങനെ കരയുന്ന, വലിയൊരു മനുഷ്യൻ കരയുന്ന കണ്ടപ്പോ ഞാൻ കുറെ കരഞ്ഞു. കാരണം എനിക്ക് ഇന്ന ആലോചിച്ചിട്ടല്ല, പഠിച്ചോനെ ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ, അറിയാത്തവര്. അവർക്ക് കൊടുത്തതും ആ തന്ന ആൾക്കാരെ ഞാൻ ആലോചിച്ചു. അവരുടെ ആ വലിയൊരു നന്മ മനസ്സുള്ളത് കൊണ്ട് കിട്ടി ഇവർക്ക്. അതിനേക്കാളേറെ ഇതുപോലെ അറിയാത്ത പല നാട്ടിലും സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിയാത്ത എത്ര ആളുകളുണ്ട്. എനിക്കിപ്പോ ഈ നന്മണ്ട ചുറ്റുഭാഗത്തല്ലേ എനിക്ക് നോക്കാൻ പറ്റും. ഏതൊക്കെ നാട്ടിൽ ഇങ്ങനെ ദുരിതപ്പെടുന്നവരുണ്ടാവും. അപ്പൊ ആ രണ്ടും കൂടി എന്തോ എനിക്ക് വല്ലാതെ മനസ്സിലൊരു ബേജാറ് തോന്നിപ്പോയോ. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്ത്, ചിലരെല്ലാരും ലിസ്റ്റിലും പെടും. ഞാൻ പറയാറുള്ളത്, നിങ്ങൾ കഴിഞ്ഞ റമദാന്റെ പ്രസംഗവും ഒക്കെ കേൾക്കാം. ഒരു ഹുതുബന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദാനധർമ്മം, റിലീഫ് പ്രവർത്തനങ്ങൾ അറിഞ്ഞിട്ടാവണം, വേറൊരു ലക്ഷ്യത്തോടെ ആവാൻ പാടില്ല. അതിന് നമ്മൾ കൊടുക്കുന്ന ചില വീട്ടിലുണ്ട് 10-15 കിറ്റ് വരെ കിട്ടും. കോൺഗ്രസ്സുകാരുത്, കമ്മ്യൂണിസ്റ്റുകാരുത്, പിന്നെ അതിന് പുറമെ നാട്ടിലുള്ള 3 സംഘടനകളുണ്ട്. കാരണം എല്ലാ സംഘടനയിലും തലടും, 3 ആളെ വിഭാഗവും കിട്ടും. ഓനെ ആള് ലിസ്റ്റ് ചെയ്യുമ്പോ ആദ്യം ദാരിദ്ര്യോടെ ഓന്റെ പേര് എഴുതിക്കോന്നാ പറയും. കാരണം ഓൻ ആ പേരിൽ അറിയപ്പെടുന്നത് കിട്ടി ജീവിക്കുന്നു. ഇതിന്റെ ഇടക്ക് നടുവിലുള്ള ഒരു കൂട്ടരുണ്ട്. അതാണ് എന്റെ ജീവിതത്തില് അതിനേക്കാളും കൊടുത്ത് സഹായിച്ച. കല്യാണത്തിന് പോയപ്പോ വാപ്പ വരാന്ന് പറഞ്ഞു, വാപ്പ വരുന്നില്ല. അവസാനം വിളിച്ചു നോക്കുമ്പോ വാപ്പ പറഞ്ഞു, ഓളെ പാഠം ഞാൻ പഠിപ്പിക്കുന്നു, ഓളെ ഉമ്മന. കാരണം ഉമ്മ ഡൈവേഴ്സ് ചെയ്തതിന്റെ പേരിൽ വാപ്പ കൈയൊടിക്കാൻ വരൂല. ആ സമയത്തൊക്കെ അനുഭവം ഉള്ളത് അതൊക്കെ ഭയങ്കര. വേറൊരു നിക്കാഹിന് പോയപ്പോ ആ നിക്കാഹ് നടക്കുന്നവന്റെ ജ്യേഷ്ഠനും മുജാഹിദാണ്. കൊണ്ടുപോയ ആളുകൾ ഒരു 2 ആളും, പക്ഷെ ബാക്കി കുടുംബം മുഴുവനും എതിര്. പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നപ്പോ അവരെന്നെ വിളിച്ചു വലിച്ച് താഴെട്ടിട്ടുണ്ട്, എന്നെ തല്ലാന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതത്തിലും അല്ലാതെയൊക്കെ. പക്ഷേ ഒന്നും നമുക്ക് വേണ്ടിയല്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ നന്മയും ഈ സന്തോഷവും ഒക്കെ എനിക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെ കുറെ എന്തെങ്കിലും പടച്ചോന്റെ മാർഗത്തിൽ ചെയ്തതുകൊണ്ടാവാം. ഇനിയും എനിക്ക് പ്രതീക്ഷ അതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും പ്രവർത്തിച്ചാലും ഒക്കെ അവരുടെ പ്രാർത്ഥനയിൽ ഒരു മനസ്സിലെങ്കിലും ഒരു ഇടം വന്നാൽ, കാരണം നമ്മളൊക്കെ ചെയ്യുന്നത് എത്രമാത്രം അള്ളാന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടും എന്നുള്ളത് അള്ളാഹു വേണ്ട. അത്രേ ഉള്ളൂ. പ്രാർത്ഥനയിൽ ഒരു ഇടം കിട്ടുക, അത്ര മാത്രമേ ആഗ്രഹിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങള് ഇതിലൂടെ തന്നെ അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം.
എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.